പ്രിയമുള്ളവരെ, വചനജ്വാല 1552 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ 30 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഇന്നത്തെ വചനവായനയിൽ ഏശയ്യായുടെ പുസ്തകം 14-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിന്റെ മുകളിൽ ഞാനിരിക്കും. ഉന്നതമായ മേഘങ്ങൾക്കു കീഴെ ഞാൻ കയറും. ഞാൻ അത്യുന്നതനെ പോലെ ആകും. എന്നാൽ നീ പാതാളത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. നിന്നെ കാണുന്നവർ തുറിച്ചു നോക്കി ചിന്തിക്കും, ഭൂമിയെ വിറപ്പിക്കുകയും രാജ്യങ്ങളെ ഇളക്കുകയും ലോകത്തെ മരുഭൂമിയാക്കുകയും അതിൻ്റെ നഗരങ്ങളെ കീഴടക്കുകയും തടവുകാരെ വീട്ടിലേക്ക് വിടാതിരിക്കുകയും ചെയ്തത് ഇവൻ തന്നെയല്ലേ? ജനതകളുടെ രാജാക്കന്മാർ തന്താങ്ങളുടെ ശവകുടീരങ്ങളിൽ മഹത്വത്തോടെ നിദ്ര കൊള്ളുന്നു. നീയാകട്ടെ ശവകുടീരത്തിൽ നിന്ന് പുറത്തിറക്കപ്പെട്ടിരിക്കുന്നു. വാളിനിരയായി പാതാളഗർത്തത്തിലെ കല്ലുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നവരാൽ ചുറ്റപ്പെട്ട് നിന്ദ്യമായ അകാല മുളയെന്ന പോലെ ചവിട്ടി അരയ്ക്കപ്പെട്ട മൃതശരീരം എന്ന പോലെ നീ കിടക്കുന്നു. സ്വന്തം ദേശം നശിപ്പിക്കുകയും സ്വന്തം ജനങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്ത നീ അവരോടുകൂടെ സംസ്കരിക്കപ്പെടുകയില്ല. തിന്മ പ്രവർത്തിക്കുന്നവരുടെ പിൻഗാമികളുടെ പേര് നിലനിൽക്കാതിരിക്കട്ടെ. പിതാക്കന്മാരുടെ അകൃത്യ നിമിത്തം മക്കളും വിധിക്കപ്പെടട്ടെ. അവർ എഴുന്നേറ്റ് ഭൂമി കൈവശമാക്കുകയും ഭൂമുഖം നഗരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യപ്പെടാതിരിക്കേണ്ടതിന് തന്നെ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവർക്കെതിരായി എഴുന്നേറ്റ് ബാബിലോണിൽ നിന്ന് അവിടെ അവശേഷിക്കുന്നവരെയും അവരുടെ നാമത്തെയും അവരുടെ സന്താനങ്ങളെയും പിന്തുടർമറക്കാരെയും വിച്ഛേദിക്കും. ഞാൻ അതിനെ മുള്ളൻ പന്നിയുടെ ആസ്ഥാനവും നീർപ്പൊയ്കകളും ആക്കും. നാശത്തിന്റെ ചൂലുകൊണ്ട് ഞാൻ അതിനെ തൂത്തുകളയും. സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായുടെ തിരുനാളാണ് നാം ആഘോഷിക്കുക. ഇന്ന് തന്നെ നമ്മുടെ രൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ നാമഹേതുക തിരുനാളും നാം ആഘോഷിക്കുന്ന പൊൻസുദിനമാണ്. പ്രിയപ്പെട്ടവരെ, യോനായുടെ മൂത്ത പുത്രനായ അന്ത്രയോസ് ശ്ലീഹ ഗലീലി ബെത്സയിദയിലാണ് ജനിച്ചത്. പത്രോസ് ശ്ലീഹായുടെ ജ്യേഷ്ഠനാണ് അന്ത്രയോസ്. രണ്ടുപേരും സ്നാപക യോഹന്നാന്റെ ശിഷ്യരായി ജീവിതം ആരംഭിച്ചു. പിന്നീട് രണ്ടുപേരും ഈശോയുടെ ശിഷ്യന്മാരായി മാറി. സുവിശേഷങ്ങളിലുള്ള അപ്പസ്തോലന്മാരുടെ
പട്ടികകളിലെല്ലാം ഒന്നാമത്തെ പേര് പത്രോസിൻ്റെതാണ്. തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ സഹോദരൻ അന്ത്രയോസ് വരുന്നു. ശിക്ഷപ്രമുഖനായ പത്രോസിന്റെ പിറകിൽ അജ്ഞാതനായി ശാന്തനായി അദ്ദേഹം കഴിഞ്ഞു. വേദപുസ്തകത്തിൽ അന്ത്രയോസ് ശ്ലീഹായുടെ ചരിത്രം തുച്ഛമായിട്ടേ ഉള്ളൂ. ഒരു ദിവസം ഈശോയോടുകൂടെ താമസിച്ചതിന് ശേഷമാണ് അന്ത്രയോസ് ഈശോയുടെ ശിഷ്യനായത്. അനന്തരം അദ്ദേഹം അനുജനെ കണ്ടപ്പോൾ ഞാൻ മിശിഹായെ കണ്ടു എന്ന് പറഞ്ഞു. അന്ത്രയോസ് ശമയോനെ ഈശോയുടെ അടുക്കൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. വിജന സ്ഥലത്ത് വെച്ച് 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ ആലോചിച്ചപ്പോൾ ഫിലിപ്പ് അസാധ്യമാണെന്ന് അഭിപ്രായപ്പെട്ടു. അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ ഒരു ബാലന്റെ അടുക്കൽ 5 അപ്പവും 2 മീനുമുണ്ട്. എങ്കിലും അതുകൊണ്ട് എന്താകാനാണ്? അന്ത്രയോസ് ഒരത്ഭുതം പ്രതീക്ഷിച്ചു എന്ന് തോന്നുന്നു. പെന്തക്കുസ്തായ്ക്ക് ശേഷം അന്ത്രയോസ് കപ്പദോച്ചിയ, ഗലാത്യ, ബെദീനിയ, സിത്തിയ, റഷ്യ, ബിസാൻസിയം, ത്രേസ്, മസഡോണിയോ, തെസലി, അക്കായ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. അക്കായയിൽ പത്ര എന്ന സ്ഥലത്ത് വെച്ച് അന്ത്രോസിനെ ആദ്യം പ്രഹരിക്കുകയും അതിനുശേഷം എക്സ് പോലെയുള്ള ഒരു കുരിശിൽ ബന്ധിച്ചിടുകയും ചെയ്തു. കുരിശിൽ കിടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്രിസ്തുവിന്റെ അവയവങ്ങളാൽ പവിത്രീകരിക്കപ്പെട്ട നല്ല കുരിശേ, എത്ര നാളായി നിന്നെ ഞാൻ കൊതിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. ഇതാ ഞാൻ അത് കണ്ടെത്തിയിരിക്കുന്നു. നിന്റെ കരങ്ങളിൽ എന്നെ സ്വീകരിച്ച് ദിവ്യ ഗുരുവിനെ എന്നെ സമർപ്പിക്കുക. നീ വഴി എന്നെ രക്ഷിച്ചവൻ നിന്നിൽ നിന്ന് തന്നെ എന്നെ സ്വീകരിക്കട്ടെ. 2 ദിവസം ജീവനോടെ കുരിശിൽ കിടന്നു. അടുത്തു വന്നിരുന്നവരോട് തന്റെ പീഡകൾ കുറയ്ക്കേണ്ടതില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പ്രിയരെ, ഒരിക്കലും കെടാതെ ഉജ്ജ്വലിക്കുന്ന സ്നേഹമേ, യഥാർത്ഥ സ്നേഹമേ, എൻ്റെ ദൈവമേ, എന്നെ സമ്പൂർണമായി ഉജ്ജ്വലിപ്പിക്കുക. പ്രിയരെ, ഇന്ന് വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിൻ്റെ നമുക്കെല്ലാവർക്കും മംഗളങ്ങൾ നേരുന്നു. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.